നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ കൊട്ടിക്കലാശത്തോടുകൂടി ഇന്ന് നിശബ്ദ പ്രചാരണമാണ് സംസ്ഥാനത്ത്. ഇനി ജനം വിധി എഴുതുവാനായിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടയിൽ ഇന്നും ഇന്നലെയുമായിട്ട് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ലഭിക്കുന്നത്. ഇപ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും CPM നേതാവുമായ K രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന ദൃശ്യം പുറത്തുവിട്ടിരിക്കുകയാണ് UDF. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ദൃശ്യങ്ങളിലുള്ളവരോട് സ്റ്റേഷനിലെത്താൻ ചേലക്കര പോലീസ് ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. അതേസമയം കാറിൽ നിന്ന് മാറ്റിയത് പണിയായുധങ്ങളാണെന്നാണ് ദൃശ്യങ്ങളിലുള്ളവർ പറയുന്നത്. വീഡിയോയിലുള്ളത് താൻ തന്നെയാണെന്ന് ഇടത് പ്രവർത്തകൻ സുരേന്ദ്രൻ സ്ഥിരീകരിച്ചു. ഫ്ലെക്സ് വയ്ക്കാൻ പോയ മറ്റ് ചില പ്രവർത്തകരുടെ ആയുധങ്ങളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത്. കൊട്ടിക്കലാശത്തിന് പോകാൻ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഇത് കണ്ടത്. വഴിയിൽ പരിശോധന ഉണ്ടാകുമ്പോൾ പ്രശ്നമാകേണ്ട എന്ന് കരുതി ആയുധങ്ങൾ മാറ്റിവെച്ചതാണെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. കനമുള്ള 2 വെട്ടുകത്തിയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണം നിഷേധിച്ച് ഇടതു സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ രംഗത്തെത്തി. പ്രചാരണ വാഹനത്തിൽ ആയുധം കൊണ്ടു നടക്കുന്ന പരിപാടി തങ്ങൾക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ദൃശ്യങ്ങളിലുള്ളത് ആരാണെന്നോ എന്താണ് സംഭവമെന്നോ അറിയില്ല. ബാലറ്റ് യുദ്ധമാണ് നടക്കുന്നത്, ആയുധ യുദ്ധമല്ല. ഇതെന്താണ് സംഭവമെന്ന് അന്വേഷിച്ചോട്ടെ. എതിരാളികൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇതുമായി വന്നത്. പാർട്ടി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. K രാധാകൃഷ്ണൻ മറുപടി പറയണമെന്നും UDF പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധങ്ങൾ വെച്ചിരിക്കുന്നതെന്നും രമ്യ ഹരിദാസ് ആരോപിച്ചു. മന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്നും UDF സ്ഥാനാർത്ഥി പറഞ്ഞു. മന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെത്തിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും രമ്യ ഹരിദാസ് കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും രമ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. ഇടതിന്റെ കോട്ടയായ ആലത്തൂരിൽ 2019 മൂന്നാം അംഗത്തിനിറങ്ങിയ CPMലെ PK ബിജുവിനെ കന്നി മത്സരത്തിനിറങ്ങിയ കോൺഗ്രസിലെ രമ്യ ഹരിദാസ് തോൽപ്പിച്ചു. 59 പഞ്ചായത്തുകളിൽ 58ലും UDFനായിരുന്നു ലീഡ്. ഒരു ബൂത്തിൽ CPMന് കിട്ടിയത് 0 വോട്ട്. രമ്യ ഹരിദാസ് തന്നെയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി. ഒരു പരീക്ഷണത്തിനും നിൽക്കാൻ തയ്യാറല്ലെന്ന് ഉറച്ചു തീരുമാനിച്ചാണ് മന്ത്രി K രാധാകൃഷ്ണനെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM നിയോഗിച്ചത്. NDL BDJSൽ നിന്ന് മണ്ഡലം ഏറ്റെടുത്ത BJP ഡോക്ടർ TN സരസുവിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരം ശക്തമാക്കി. ഏതായാലും 3 സ്ഥാനാർത്ഥികളും ഒന്നിലൊന്ന് മികച്ചതാണ്. ഏതായാലും അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത്.